തലമുറകളോളം സമാനതകളില്ലാത്ത രുചി. LG കായം. വക്കീലിന് കൊടുക്കാനുള്ള 25,000 രൂപ എനിക്ക് കിട്ടണം. പറ്റിയാൽ ഇന്ന് തന്നെ. ഈ കിടക്കുന്ന മാല പണയം വാങ്ങിയിട്ടാ ഞാൻ ആകാശിന് കാശ് കൊടുത്തത്. അന്ന് കലാവധി വന്നപ്പോ അഖിലയ്ക്ക് സമ്മാനം കൊടുത്തതാ. അമ്മേ, അമ്മ വലിയ ബുദ്ധിമതിയാണെന്നൊക്കെ ഞാൻ സമ്മതിച്ചു. 30,000 രൂപയ്ക്ക് 3 ലക്ഷം രൂപയുടെ മാലയൊക്കെ കിട്ടി. പക്ഷേ അമ്മ ഇപ്പൊ കാണിക്കുന്നത് മണ്ടത്തരം. എന്ത് മണ്ടത്തരം? അമ്മ ഈ മാല ഇട്ടുകൊണ്ട് കിടന്ന അഖിലയെ ആകാശമൊക്കെ കാണില്ലേ? എന്തായാലും അവർക്കത് ഇഷ്ടപ്പെടൂല. അപ്പൊ അവരെന്ത് ചെയ്യും? എങ്ങനെയെങ്കിലും ഈ മാല തിരിച്ചു വാങ്ങാൻ നോക്കും. 30,000 രൂപയെന്നൊക്കെ പറഞ്ഞ അത്ര വലിയ തുകയൊന്നുമല്ല. അവരെങ്ങനെയെങ്കിലും അത് ഉണ്ടാക്കിക്കൊണ്ട് വന്നാ അമ്മ എന്ത് ചെയ്യും? മാല തിരിച്ചു കൊടുക്കണ്ടേ? അമ്മ ഒരു കാര്യം ചെയ്യും. ഇത് വിറ്റോ പണയം വെച്ചോ ഉള്ള കാശ് വാങ്ങിച്ചിട്ട് അതുകൊണ്ട് വേറൊരു മാല വാങ്ങിച്ചിട്ടോണ്ട് നടക്ക്. ചോദിച്ചാ അമ്മ പുതിയ മാല വാങ്ങിച്ചു എന്ന് പറയണം. അപ്പോഴും പ്രശ്നമല്ലേടാ? അവരെങ്ങനെയെങ്കിലും കാശുണ്ടാക്കി കൊണ്ടുവന്നാ തിരിച്ചു കൊടുക്കണ്ടേ? അതിനും വഴിയുണ്ട്. കുറേ നാള് കഴിഞ്ഞാണ് പൈസ തരുന്നെങ്കിൽ പൈസ വൈകിയതുകൊണ്ട് മാല വിറ്റു എന്ന് പറയാം. ഇനിയിപ്പോ ഉടനെ തരുവാണെങ്കിൽ മാല കാണാനില്ലെന്ന് പറയാം. അവര് വരുന്നതിന് മുമ്പ് വേണം. അമ്മ ആ മാല ഇങ്ങെടുത്തേ. ഞാൻ 2 മണിക്കൂറിനകം പൈസ കൊണ്ടുവന്ന് തരാം. കുഴപ്പമാവോ? എന്തു കുഴപ്പം? അമ്മയുടെ ഗുണത്തിനാ ഞാൻ ഈ പറയുന്നത്. അമ്മ അതിങ്ങ് താ. സൂക്ഷിച്ചു വെക്കേ. 2 മണിക്കൂർ ഞാൻ ഉടനെ എത്തും. പേടിക്കണ്ട. ദിവ്യേ, 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 ദിവ്യേ. സുമേഷേ, എന്നെ വിളിച്ചോ? അല്ല, ഇതെവിടെ പോവാ? നീ എന്താ പറഞ്ഞത്? ഭർത്താവിന്റെ ഉത്തരവാദിത്വങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്താ നീ എന്റെ ആഗ്രഹം സാധിച്ചു തരാം അല്ലേ? അതെ. ഇപ്പൊ നിനക്ക് വേണ്ടത് 25,000 രൂപ. അത് കൊണ്ടുവന്ന് തന്ന പറയ്. അത് കൊണ്ടുവന്ന് തന്ന നീ എന്നെ ഉത്തരവാദിത്ത ബോധമുള്ള ഭർത്താവായിട്ട് അംഗീകരിക്കോ? ആദ്യം കൊണ്ടുവാ, അപ്പൊ പറയാം. അത് നിന്റെ കയ്യിൽ വെച്ചാ മതി. പറ, നിനക്കാവശ്യമുള്ള 25,000 രൂപ കൊണ്ടുവന്ന നീ എന്നെ ഉത്തരവാദിത്തമുള്ള ഭർത്താവായിട്ട് അംഗീകരിക്കോന്ന്? അംഗീകരിക്കാം. അങ്ങനെ അംഗീകരിച്ചാ പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഓക്കെ ആണല്ലോ. പറയ്. ഇന്നു മുതൽ നമ്മൾ ശരിക്കും ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിക്കും. പറയ്. നോക്കിയാൽ പോരാ, നടക്കണം. എല്ലാം നടക്കണം.
ഞാൻ പോയിട്ടെ ഒരു 2 മണിക്കൂറിനുള്ളിൽ തിരിച്ചു വരും. ബാക്കി തിരിച്ചു വന്നിട്ട് അല്ല സുമേഷ് എങ്ങോട്ട് പോന്നെ? അപ്പം തിന്നാ മതി, കുഴി എണ്ണണ്ട. ഓക്കേ? സുമേഷ് എന്നോടൊന്നും പറയാതെ എങ്ങോട്ട് പോവാ? എല്ലാം നിന്നോട് പറയണമെന്നില്ലല്ലോ. അഹങ്കാരം കാണിക്കാതെ പറഞ്ഞിട്ട് പോ സുമേഷ്. കയ്യിൽ കാശില്ലാത്ത എന്നോട് പുച്ഛമായിരുന്നല്ലോ നിനക്ക്. അതിന്ന് മാറ്റിത്തരും ഞാൻ. മനസ്സിലായില്ല? നീ മനസ്സിലാക്കണ്ട. ഇന്ന് മിനിമം ഒരു 2.5 ലക്ഷം രൂപ എന്റെ കയ്യിൽ വരും. എങ്ങനെ? ഇവളെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്ന്? ഒരു ദിവസം ഞാനിവിടെ അങ്ങോട്ട് മാറി നിന്നപ്പോഴേക്കേ രണ്ടുപേരോടെ എന്റെ കുഞ്ഞിനെ അങ്ങ് ദ്രോഹിച്ചു അല്ലേ? അയ്യോ, ഓ അങ്ങനെയൊക്കെ പറഞ്ഞു തന്നല്ലേ ഇവള്? ഓഹോ, പറഞ്ഞു തരണല്ലോ, എനിക്ക് മനസ്സിലാക്കാന്നല്ലേ ഉള്ളൂ. ഒരു ദിവസം മുഴുവൻ പട്ടിണി കിടന്നു എന്നോട് പറഞ്ഞതേ ഡോക്ടറാ. അമൃതേശി വന്നപ്പോ അഖില തളർന്ന് ബോധം കെട്ടി കിടക്കായിരുന്നില്ല ഇവിടെ. ഇനി അതൊന്നും പറഞ്ഞ് വഴക്കാക്കണ്ട. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി അങ്ങനൊന്നും സംഭവിക്കാതിരുന്നാ മതി. എന്റെ 2 മരുമക്കൾക്കും തുല്യ സ്ഥാനമായിരിക്കണം ഈ വീട്ടില്. പിന്നെ പ്രത്യേകിച്ചും ഇവിടെയാണെങ്കിൽ വാത്സല്യം കുറച്ച് കൂടുതലുണ്ട്. കാര്യം ഞാൻ എടുത്തോണ്ട് നടന്ന കുട്ടിയാ. അതിനിപ്പോ ഞാൻ എന്തോ വേണം? അരിയും പൂവിട്ട് വാഴിക്കണോ? അതൊന്നും വേണ്ട. ദ്രോഹിക്കാതിരുന്നാ മതി. ഒരു കാര്യത്തിന് ഇവിടെ പ്രതികരിക്കാത്തോണ്ടാ നിങ്ങൾക്ക് ഇത്ര അഹങ്കാരം. ആകാശേ, നീ ഇങ്ങനെ ഭാര്യ പറയുന്നത് മാത്രം വിശ്വസിച്ച് സംസാരിക്കരുത്. ഞങ്ങൾ ഇവളെ ഒരു തരത്തിലും ദ്രോഹിച്ചിട്ടില്ല. ആയിക്കോട്ടെ, ഇതുവരെ കഴിഞ്ഞൊക്കെ മറക്കാം. ഇനി ഒരു കുഴപ്പം ഉണ്ടാവരുത്. ഇതൊരു താക്കീതായിട്ട് തന്നെ എടുക്കാം. അതല്ല അനുസരിക്കാൻ ഭാവമില്ലെങ്കിൽ എന്താ വേണ്ടെന്നൊക്കെ എനിക്കറിയാം. എന്ത് ചെയ്യൂന്നാ? എന്താ അച്ഛനൊന്നും ചെയ്യണ്ട. ഇവളെ കൊണ്ട് ഗാർഹിക പീഡനത്തിൽ ഞാൻ കേസ് കൊടുപ്പിക്കും. അമ്മയെ ഏട്ടത്തിന്ന് ഒരു പരിഗണന ഞാൻ തരില്ല. അപ്പോ ഞങ്ങളെ ദ്രോഹിക്കാൻ തന്നെയാണ് ഇവളുടെ പുറപ്പാട് അല്ലേ? എനിക്ക് അങ്ങനെ ഒരു ഉദ്ദേശവും ഇല്ല. സ്വസ്ഥമായിട്ട് ജീവിച്ചാൽ മാത്രം മതി. വഴക്കിനും ബഹളത്തിനും ഉള്ളതല്ല കുടുംബം. മാമൻ പറഞ്ഞതുപോലെ കഴിഞ്ഞതൊക്കെ മറക്കാം. ആരും വാശിയും വൈരാഗ്യവും മനസ്സിൽ വെക്കണ്ട. വാ മോളെ. ചെല്ലുമോളെ. അതേ, മനസ്സ് നന്നാക്കണം. ഉള്ളിലുള്ള ദുഷിപ്പൊക്കെ എടുത്താൻ കളയണം. രണ്ടുപേരോടും കൂടിയാ കേട്ടോ? ഓ പിന്നെ ചേച്ചി ഇരിക്കും, ഞാൻ ഈ ഡ്രസ്സൊന്ന് മാറ്റിട്ട് വരാം. ചേച്ചിക്ക് പോയിട്ട് തിരക്കുണ്ടോ? ഇല്ലെങ്കിൽ ഊണൊക്കെ കഴിച്ചിട്ട് പോവാം. വേണ്ട മോളെ, ഞാൻ ചെല്ലാൻ കാത്തിരിക്കാവും. അനഘ, ആതിര, ആരാധ്യ. ഞാൻ വീട്ടിൽ പോയി കഴിച്ചോളാം. മോളെ, എനിക്ക് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. നീയും ആകാശം തമ്മി എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞങ്ങള് തമ്മിലോ? എന്ത് പ്രശ്നം? അല്ല, നിങ്ങൾ തമ്മിൽ എന്താ ചേച്ചി? ചേച്ചിക്ക് എന്താ സംശയമുള്ള പോലെ? അതെന്താന്ന് വെച്ചാ എനിക്ക് മനസ്സിലായി. ആകാശേട്ടൻ എന്നോട് സ്നേഹമുണ്ടോന്നല്ലേ? ഇപ്പൊ പുറത്തു വെച്ചുണ്ടായ സംസാരം ചേച്ചി കേട്ടതല്ലേ? അത് കേട്ടാ തന്നെ മനസ്സിലാവില്ലേ ആകാശേട്ടൻ എന്നെ എന്തുമാത്രം ഇഷ്ടാന്ന്? ഇഷ്ടമൊക്കെ ഉണ്ട്, അതെനിക്ക് ഉറപ്പുണ്ട്. പക്ഷേ ഈ ഇഷ്ടങ്ങള് പലതരമില്ലേ മോളെ? ചേച്ചിക്ക് അനിയത്തിയോടുള്ള ഇഷ്ടം, അച്ഛന് മക്കളോടുള്ള ഇഷ്ടം, കൂട്ടുകാർ തമ്മിലുള്ള ഇഷ്ടം. അതൊന്നും പോലെ അല്ലല്ലോ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഇഷ്ടം. ചേച്ചി, ആകാശേട്ടൻ എനിക്ക് ഭർത്താവ് മാത്രമല്ല, കൂട്ടുകാരനും ചേട്ടനും അച്ഛനും ഒക്കെയാ. അത് തന്നെയാ മോളെ പ്രശ്നം. ഭർത്താവ് ഭർത്താവാ, ഭർത്താവ് മാത്രമാ. നിങ്ങൾ
തമ്മിൽ ഉണ്ടാവേണ്ടത് അങ്ങനൊരു ഇഷ്ടമാ. അതുണ്ടല്ലോ. ഇല്ലാന്ന് എനിക്കറിയാം. ചേച്ചി എന്തൊക്കെയാ പറയുന്നേ? എന്താ മനസ്സിലുള്ളതെന്ന് തുറന്നു പറഞ്ഞ എനിക്ക് കാര്യം മനസ്സിലാവും. ശരി, ഞാൻ തുറന്നു ചോദിക്കാം. നീ വേറൊന്നും വിചാരിക്കരുത്. ഞാനെന്ത് വിചാരിക്കാൻ? ചേച്ചി ചോദിക്കേ. അതായത് എന്താണ്? രണ്ടുപേരും കൂടി എന്തോ ഗൗരവത്തിലുള്ള ചർച്ചയാണല്ലോ. ആകാശേട്ടാ, ഓ, അമൃതേച്ചിക്കൊരു സംശയം. നമ്മൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോന്ന്. അതെന്താ ഇപ്പൊ അങ്ങനെ തോന്നാൻ? ഒന്നുമില്ല ആകാശേ, ഞാൻ വെറുതെ ഒന്ന് ചോദിച്ചെന്നേ ഉള്ളൂ. ഇവിടെ ഉണ്ടായ സംഭവങ്ങൾ വെച്ച് ചോദിച്ചാണെന്ന് എനിക്ക് മനസ്സിലായി. ചേച്ചി, അതൊന്നും എൻ്റെ അറിവോടല്ല. ദേ, ഇവളെന്റെ ജീവനാ. ഇനി ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഞാൻ ചോദിക്കാൻ വന്നത് അതല്ല. പിന്നെന്താ? എന്താണെങ്കിലും ചേച്ചി ചോദിക്കേ, ഞാൻ പറയാം. അത് ചോദിക്കേ. ഒന്നുമില്ല, ഞാൻ ഇറങ്ങാ. എല്ലാവരും അവിടെ കാത്തിരിക്കുന്നുണ്ടാവും. ഞാൻ ചെല്ലാതെ അച്ഛൻ കഴിക്കില്ല. ശരി മോളെ. എന്തു പറ്റി അമൃതേച്ചിക്ക്? അറിയില്ല. സാധാരണ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ തുറന്ന് ചോദിക്കുന്നതാ. ഇപ്പൊ എന്തോ ഒളിച്ചു വെച്ച് സംസാരിക്കുന്ന പോലെ. അമൃതേച്ചിയുടെ മനസ്സിൽ എന്തോ ഉണ്ട്. എന്താ ചേച്ചി? എന്ത്? അഖിലയുടെ കാര്യം? അവൾക്ക് കുഴപ്പമൊന്നുമില്ല. ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ കൊണ്ട് വിട്ടു. പിന്നെ മാമനും ഉണ്ടായിരുന്നു. ഞാനതല്ല ചോദിച്ചേ. അംബിക മാമിയുടെ കാര്യമാണോ? അതൊക്കെ പഴയതുപോലെ തന്നെ. ചെന്ന് കയറിയപ്പോഴേ മുഖം വീർപ്പിച്ച് എന്തൊക്കെയോ പറഞ്ഞു. ദിവ്യ മോശമൊന്നുമല്ല. അതൊക്കെ ഇവിടെ നിൽക്കട്ടെ, ബാക്കി പറയ്. ബാക്കി എന്താ? മാമനും ആകാശും ശരിക്കും ചൂടായി. ഇനി മേലിൽ ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കരുതെന്നും പറഞ്ഞു. ചേച്ചി, എനിക്ക് ദേഷ്യം വരുന്നുണ്ടോ കേട്ടോ. ചേച്ചി പോയത് അഖിലയെ ഡിസ്ചാർജ് ചെയ്യാനും അമ്മായിയോട് കോംപ്രമൈസ് സംസാരിക്കാനും ഒന്നും അല്ലല്ലോ. പോയ കാര്യം എന്താ ഞാൻ ചോദിച്ചേ. അഖിലയോടും ആകാശേട്ടനോട് സംസാരിച്ചോ? അത് മോളെ, ഇത്തരം കാര്യങ്ങളൊക്കെ ഞാനെങ്ങനെ സംസാരിക്ക? എന്താ സംസാരിച്ചാല്? അതൊന്നും ശരിയാവില്ല. ഞാൻ പറയാവുന്ന രീതിയിലൊക്കെ ഒന്ന് പറഞ്ഞു നോക്കി. അതിൽ കൂടുതൽ തെളിച്ച് എങ്ങനെയാ പറയാ? ചേച്ചി ഏത് നൂറ്റാണ്ടിലാ ജീവിക്കുന്നേ? ഇത്തരം കാര്യങ്ങളൊക്കെ ആളുകൾ തുറന്ന് ചോദിക്കാനും പറയാനും ഒക്കെ തുടങ്ങിയിട്ട് കാലം കുറെ ആയി. ഇതൊക്കെ അറിയാതെയാണോ ജീവിക്കുന്നേ? ചേച്ചി ഞങ്ങളുടെ ചേച്ചിയാ. ഒരു കാര്യം ഉണ്ടെങ്കിൽ ചോദിക്കുകയും ഉപദേശിക്കുകയും ചെയ്യേണ്ട ആള്. ഇത്തരം ഒരു നിസ്സാര കാര്യം പോലും ചോദിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എങ്കിൽ പിന്നെ നിനക്ക് ചോദിച്ചൂടെ? നീ അവളുടെ ചേച്ചിയല്ലേ? പോരാത്തന്നെ നഴ്സും. നഴ്സിംഗും ഇതും തമ്മിൽ എന്താ ബന്ധം? എന്റെ ചേച്ചി, നഴ്സിംഗ് കണ്ടുപിടിക്കുന്നതിന് മുന്നേ ഉള്ള ഏർപ്പാടായത്. ഈ പെണ്ണിന്റെ നാക്കിന് എല്ലില്ല. എനിക്ക് വയ്യാത്തൊന്നും ചോദിക്കാൻ. ഒരു കാര്യം ചെയ്, നീ തന്നെ ചോദിക്ക അഖിലയോട്. ആകാശിനോട് സംസാരിക്കാൻ അഭിയോട് ഞാൻ പറയാം. അഭിയാവുമ്പോ ഒരു ചമ്മലും ഇല്ലാതെ ചോദിച്ചോളൂ. ചേച്ചി തമ്പുരാട്ടി വന്നു കേറിയിട്ട് ഇതുവരെ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല. ഇതൊരുമാതിരി വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറയുന്ന അവസ്ഥയാ. ആന്റി എന്താ പറയുന്നേ? നമ്മൾ അവളെ പട്ടിണിക്ക് ഇട്ടതുകൊണ്ടല്ലേ അവൾ ആശുപത്രി കൊണ്ടുപോകേണ്ടി വന്നത്. ആശുപത്രിയിൽ ചെന്നപ്പോ അവള് ഗർഭിണിയാണെന്നും അറിഞ്ഞു. ഇനിയിപ്പം നമുക്ക് അവളെ ഒന്നും ചെയ്യാൻ പറ്റൂല. ആകാശ് അവളുടെ പുറകിന്ന് മാറുമെന്ന് തോന്നുന്നുണ്ടോ? ഒരു ജോലിയും ചെയ്യിക്കാൻ സമ്മതിക്കുകയില്ല. ചുരുക്കി പറഞ്ഞ അവൾ ഇവിടെ രാജകുമാരിയായിട്ട് കഴിയും. രാജ്ഞിയായിട്ട് കഴിയാൻ ഞാൻ സമ്മതിച്ചത് തന്നെ. എന്ത് ഗർഭിണിയാണെന്ന് പറഞ്ഞാലും വീട്ടിലെ ഞാൻ അവളെ. എന്റെ സകല കണക്കുകൂട്ടലുകളും തെറ്റിച്ച് അവൾ ഇവിടെ കയറി വന്നതുപോലെ അവളെ തിരിച്ചു വിടാനും എനിക്കറിയാം.
എന്ത് ചെയ്യാനാ നിന്റെ പരിപാടി? അടുത്ത ആഴ്ച ഞാൻ കൊടുത്ത പഞ്ചരത്നം കേസ് കോടതിയിലെത്തും. അമൃതയെ കോടതിയിൽ നിർത്തി പൊരിക്കാന്ന് വക്കീൽ ഉറപ്പ് വന്നിട്ടുണ്ട്. അതിന് വക്കീലിന് കൊടുക്കാനുള്ള ഫീസ് ഒപ്പിക്കാനാ സുമേഷ് പോയിരിക്കുന്നത്. സുമേഷ് പൈസയായിട്ട് വന്ന ഞാനത് പോയി വക്കീലിനെ കാണും. ബാക്കി വക്കീല് നോക്കിക്കോളും. പഞ്ചരത്നത്തിൽ നിന്ന് ഒരു പ്രാവശ്യം കൂടി അമൃത ഇറങ്ങേണ്ടി വരും. അങ്ങനെ ഇറങ്ങിയ പിന്നെ അവള് തിരിച്ച് പഞ്ചരത്നത്തിൽ കയറാനും പോകുന്നില്ല. അല്ല, സുമേഷ് എവിടെ പോയതാന്നാ നീ പറഞ്ഞേ? വക്കീലിന് കൊടുക്കാനുള്ള കാശ് സംഘടിപ്പിക്കാൻ. എവിടുന്ന്? അതൊന്നും എന്നോട് പറഞ്ഞില്ല. ഓ, അപ്പൊ അതായിരുന്നു അവന്റെ പരിപാടിയല്ലേ? എന്ത്? എന്റെ കയ്യിലിരുന്ന മാല പണയം വെച്ച് കാശും കൊണ്ട് വരാന്നും പറഞ്ഞ അവൻ പോയത്. ദേ ദിവ്യേ, പണയം വെച്ച് കിട്ടുന്ന കാശിന്ന് 1 രൂപ എടുക്കാൻ പോലും ഞാൻ സമ്മതിക്കില്ല. ആ കാശ് എനിക്കുള്ളതാ. അല്ല, ആന്റിയുടെ ഏത് മലയാ സുമേഷ് കൊണ്ടുപോയത്? ആന്റിയുടെ മല അത് കഴുത്തി കിടക്കല്ലേ? ഇത് എന്റെ മാല. അവൻ കൊണ്ടുപോയത് മറ്റേ മാലയാ. ഏത് മാല? അന്ന് കലാവധി വന്നപ്പോഴേ അഖിലയ്ക്ക് സമ്മാനം കൊടുത്തില്ലേ, ആ മാല. അഖിലയെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് ആ മാല പണയം വെക്കാൻ ആകാശ് സഹദേവേട്ടനെ വിളിച്ച് പറഞ്ഞു. ഞാൻ 30,000 രൂപയ്ക്ക് ആ മാല സഹദേവേട്ടന്റെ കയ്യിൽ നിന്ന് വാങ്ങി. 3 ലക്ഷം രൂപ വിലയുള്ള മാലയാ ഞാൻ 30,000 രൂപയ്ക്ക് അടിച്ചെടുത്തത്. അത്രയ്ക്ക് വിഡിത്തം ഞാൻ കാണിക്കുവോ? 1 ഗ്രാം തങ്കത്തിൽ പൊതിഞ്ഞ മാല എങ്ങനെ 4 പവൻ വരും? ഒരച്ചു നോക്കാതിരുന്ന ആ സ്വർണത്തിന്റെ കളർ അങ്ങനെ തന്നെ നിൽക്കും കുറെ കാലത്തേക്കെങ്കിലും. ദിവ്യേ, ആ കാശ് മുഴുവൻ എനിക്കുള്ളതാ. അതിന്നൊരു ചില്ലി കാശ് ഞാൻ തരില്ല. എന്റെ ബുദ്ധി ഉപയോഗിച്ച് ഞാൻ കൈക്കലാക്കിയതാ അത്. നീ എന്താ ഇങ്ങനെ നോക്കുന്നേ? സുമേഷ് ആ മാലയിട്ട് എങ്ങോട്ടാ പോയെന്ന് പറഞ്ഞ? ആ, അതറിയില്ല. പക്ഷെ വരാൻ സമയായി. എന്റെ ആന്റി, അത് സ്വർണ്ണമാല അല്ല. ആ, അത് 1 ഗ്രാം ഗോൾഡാ. അതെന്നോട് കലയാന്റി അന്നേ പറഞ്ഞതാ. ദേ ദിവ്യേ, എന്റെ മാല കൈക്കലാക്കാൻ പുതിയ പ്ലാനുമായിട്ട് ഇറങ്ങിയിരിക്കുകയല്ലേ? അത് 1 ഗ്രാം ഗോൾഡ് ആണെന്നും പറഞ്ഞ് സ്വന്തമാക്കി പകരം എനിക്ക് മുക്കുബണ്ടം തന്ന് ഒതുക്കാന്നല്ലേ നീ കരുതിയിരിക്കുന്നെ? ആന്റി, ഞാൻ പറഞ്ഞത് സത്യമാ. ഞാൻ വിശ്വസിക്കില്ല, ഒരിക്കലും വിശ്വസിക്കില്ല. ആന്റി, ഞാൻ പറയുന്നൊന്ന് കേക്ക്. വിശ്വസിക്കില്ല, വിശ്വസിക്കില്ല, വിശ്വസിക്കില്ല. അയ്യോ, എത്രയായി? ഇറങ്ങിയത് കണ്ട? അയ്യോ ദൈവമേ. ഇപ്പൊ വിശ്വാസായോ? എന്ത്? ഇവനിത് എന്താ പറ്റിയേ? ആന്റി കൊടുത്ത മുക്കുപണ്ട പണയം വെക്കാൻ പോയിട്ട് മകൻ തിരിച്ചു വരുന്ന വരവ ദേ കാണുന്ന. ഇടിച്ചത് നാട്ടുകാരാണോ പോലീസുകാരാണോ എന്ന് മാത്രം അറിഞ്ഞാ മതി. അയ്യോ, വാ. അയ്യോ അയ്യോ വയ്യേ. സുമേഷേ. ദിവ്യേ, എനിക്കൊരബദ്ധം പറ്റി. എല്ലാം എനിക്കറിയാം. ആരാ ഈ പരുവത്തിലാക്കി? ഞാൻ പറയാം. ആദ്യം നീ എന്നെ ഒന്ന് സഹായിക്ക്. വാ. എന്താ നടന്നേന്നൊന്നും ആരോടും പറയാൻ നിൽക്കണ്ട. ആകെ നാണക്കേടാവും. ആകാശം അകലെ അകത്തില്ലേ, അവരെ കൂടെ വിളിക്കേ. എന്തുടാ? ഓരോരുത്തരോടായിട്ട് പറയാൻ വയ്യ. എല്ലാരും വന്നിട്ട് ഒരുമിച്ച് പറയാം. അവരെ കൂടെ വിളിക്കേ. എവിടാണ്ട് പോയി എല്ലാം മേടിച്ചു കൂട്ടിട്ട് വന്നിരിക്കുക. പതുക്കെ നടക്ക്.
ഇങ്ങോട്ട് വാ. ഏട്ടാ അങ്ങോട്ട് പിടിച്ചാക്കാം. സൂക്ഷിച്ചു മൊത്തം പോയിരിക്കുക. അങ്ങോട്ട് എടുത്ത് പതുക്കെ. എന്താ ഏട്ടാ, എന്തു പറ്റി? എന്നോടൊന്നും ചോദിക്കരുത്. ആളുകൾ കൂടി എന്നെ എടുത്തിട്ടങ്ങിടിച്ചു. ചവിട്ടി. തലമുറകളോളം സമാനതകളില്ലാത്ത രുചി. LG കായം.